ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. കണ്ണാടിയുള്ള കൂടെ ആരെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾക്ക്? പലിച്ചക്ക് നീച്ചപ്പിൻ്റെ പിന്നാലെ നീച്ച് പോകുന്നതാണ്. ഇതാ ഇരിക്കണ സാധനം. ഇതാ ഈ സാധനം വരുന്നതാ, ഇതാ വരുന്ന സാധനം. എന്താ ഉറക്കല്ലാത്ത സാധനം വരുന്നുണ്ട്. പള്ളിക്കലല്ല, അത് അമ്പലത്തിലാ. അപ്പൊ ഗൈസ് ചോറ് വിളമ്പുന്നുണ്ട്. ചോറ് ധരിക്കുന്നു. നോക്കാം, മാമുവാണോ? വായോ ഗൈസ്. നല്ല പെരിച്ചക്ക് മുരിങ്ങക്കറിയല്ല, നല്ല ചീരക്കറി ഉണ്ട്, പപ്പടം പൊരിച്ചുണ്ട്, പിന്നെ ബജ്ജി മുളക് പൊരിച്ചുണ്ട്. ഓക്കെ, മീനവിടെ അച്ചാറ് അതങ്ങനെ തന്നെയാണ്. ആ ഉമ്മ മാസി ഉണ്ടാക്കാൻ അറിയാതെ ആകെ കുടുങ്ങി നിൽക്കണേ. ഇവിടെ മാസി എവിടെ ഇരിക്കണേ? ഇത് എന്താണ് ചേർക്കണില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അതങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. നമ്മൾ ആദ്യം കിട്ടണം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് അറിയുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണേ. അത് വേണോ? ചേർക്കണോ? എന്തൊക്കെയാ കുപ്പായിട്ട് കഴിഞ്ഞാൽ അവർക്കത് വരണം. മുട്ടായി തൊള്ളർക്കത്. മക്കളെ, മൂന്നാമത്തെ നോമ്പായി അല്ലേ? എത്ര പെട്ടെന്നാ ഇനി കഴിയാൻ നോക്കോളി. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. ഈ ചായ എടുത്തു നോക്കി, അപ്പൊ തൊള്ളർക്കും. ഗൈസ്, നോമ്പ്, ശക്തിയേറിയ വെയില്, അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് ഇല്ലായ്മ, എന്താ പിന്നെ പറയാ. ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഉടുതുണി ഇല്ലാത്തൊരു കുട്ടി, ചക്കരയുടെ അതേ സ്വഭാവമുള്ളൊരു കുട്ടി. ഒരു ഉടുപ്പ് മേത്തുണ്ടെങ്കിൽ ഈ കുട്ടി വലിച്ചിടും. മരുന്ന് കുടിച്ചൂല, ഡ്രസ് ഇടൂല. ചക്കര 5 വയസ്സ് വരെ ഇങ്ങനത്തെ ഒരു ഗതിമ നടന്നിട്ട് അതേ സ്വഭാവം. അതേ സ്വഭാവം എന്റെ ചുട്ടിക്ക്. അല്ല, അതിന്റെ ഒരു ചുട്ടി തന്നെയാണ് മക്കളെ. എന്താ പുറത്തൊരു ഇല പോലും വീശുന്നില്ല. എങ്ങനെയാണ് നോമ്പ് ഫുള്ളാക്കുക ആൾക്കാര്? ഈ പണിക്ക്, ഈ വെയിലത്ത് പണിയെടുക്കുന്നവരും കൂടി അവസ്ഥ ഒന്ന് ആലോചിക്കണേ. ആ ഇതില് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാല് ആംപ്ലേറ്റ് ഉണ്ടാക്കാം. എണ്ണടയും കൂടി ആവശ്യമല്ല. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും നമ്മുടെ മൂന്നാമത്തെ നോമ്പ് നല്ല തകൃതിയായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ ആവും സംഭവം. ശരിയാ, നോമ്പ് ഇല്ലോണ്ട് നേരം പോണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, വല്ലാണ്ട് ദ്രോഹിക്കുന്നുണ്ട്. മുഖത്തേക്ക് തല്ലിയിട്ടും തുപ്പിയിട്ടും തൂറിയിട്ടൊക്കെ. എപ്പോ ഉറങ്ങണ്? ഉറങ്ങുമോ അത് സാധനം? ഈ സാധനം ഉറങ്ങുമോ? അതന്നെ. അപ്പട കൊപ്പട കൊപ്പടേ.
കൊണ്ടുപോകാൻ ആള് വന്നിക്ക്. ഹലോ മോള് മോള് ആരോടാ ചിരിക്കണേ? അപ്പോ മൂന്നാമത്തെ നോമ്പ് കടന്നു പോവുകയാണ്. ഇപ്പൊ ഏകദേശം സമയം 2 മണിയായിട്ടോ. ഓക്കെ, എന്താണ് ഈ വേളയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞ ഈ സമയത്ത് നമ്മളെവിടെയാണ്? ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് ഇങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുന്ന ലൈഫ് ഒരുപാട് റമദാൻ നമ്മൾ കൊണ്ടിരിക്കണം കേട്ടോ അല്ലേ? എല്ലാവരും ഉണ്ടായിട്ട് കൊണ്ടിരിക്കണ്, ആരും ഇല്ലാതെ കൊണ്ടിരിക്കണ്, ഒരുപാട് വാടക വീട്ടിൽ കൊണ്ടിരിക്കണ്, പിന്നെ ചെറിയൊരു വീട്ടിൽ കൊണ്ടിരിക്കണ്. ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ വലിയൊരു വീട്ടിൽ നമ്മൾ റമദാൻ കൊള്ളണുണ്ട്. സന്തോഷമുണ്ട് എന്നാ സങ്കടമുണ്ട്. കാരണം എല്ലാം നമുക്കുള്ളപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് തട്ടിപ്പോകുന്നു പറഞ്ഞ മാതിരി എല്ലാം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് പോവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ എല്ലാ രീതിക്കും റമദാൻ കൊണ്ടിരിക്കണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ വാടക വീടാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ ജയിൽ വീടാണെന്നുണ്ടെങ്കിലും ഒറ്റമുറി റൂമാണെന്നുണ്ടെങ്കിലും നമ്മുടെ താഴത്തെ പെരയാണെന്നുണ്ടെങ്കിലും താഴത്തെ പെരയിൽ റമദാനൊക്കെ അടിപൊളിയായിരുന്നു, ഒക്കെ സൂപ്പറായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് സൗകര്യങ്ങൾ കുറവാണെങ്കിൽ പോലും നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട്, പക്ഷെ ആൾ കൂടല്ല. വ്യത്യാസങ്ങൾ അങ്ങനെയാണ്. പിന്നെ ലൈഫിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് എന്താണ്? ഏത് നോമ്പ് പറയുമ്പോ ലൈഫിൽ മറക്കാൻ പറ്റാത്ത നോമ്പിലെ അനുഭവം ഏതാ? ഏത്? മെഡിക്കൽ കോളേജിലെ അത് ഒരിക്കലും നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അന്ന് CH സെന്ററിന്റെയും അതുപോലെ ഒരുപാട് ആളുകളുടെയും നോമ്പ് തുറയും അത് മാത്രമായിരുന്നു നമ്മുടെ ആശ്രയം ഉണ്ടായിരുന്നത്. നമുക്ക് വേറെയൊക്കെ വകുപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല കുറച്ച് ഓർമ്മകളും മനസ്സിൽ ആഴ്ന്നിറങ്ങിയ കുറച്ച് ഓർമ്മകൾ നമ്മളെ സമ്മാനിച്ച ഒരു റമദാനാണ് നമ്മളെ വിട്ടുപോയ കഴിഞ്ഞ 2024 റമദാൻ കേട്ടോ അല്ലേ. 2025 ആയപ്പോൾ നമ്മളതിന് കഷ്ടപ്പെട്ടതിനൊന്നും കാര്യമില്ലാത്ത രീതിക്കുമായി, നിന്നതിനും ഒന്നുമില്ലാത്ത രീതിക്കായി. കറക്റ്റ് 3:30-4 മണിയാകുമ്പോഴേക്കും ഒരു കാർഡ് കൊണ്ട് വരും ഒരാൾ മെഡിക്കൽ കോളേജിലേക്ക്, നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂപ്പണായിട്ട്. അവിടെ 3 പേരുണ്ടെങ്കിൽ 3 പേഷ്യൻറ്റിനും കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഫുഡായിട്ട്. ഇതെല്ലാം പഴയൊരു ഓർമ്മ പുതുക്കുകയാണ് കേട്ടോ അല്ലേ. കഴിഞ്ഞ കൊല്ലം നമ്മൾ കടന്നുപോയ വഴികളാണ്. ഇക്കൊല്ലം ടോക്കല്ലാതെ ഓല് തരും. കാരണം നമുക്ക് എല്ലാവരും ഓലെ അറിയാമായിരുന്നു. പിന്നെ ചക്കരി നിന്നാണെന്ന് ഞാനും നിന്നായിരുന്നു. അന്ന് അലമോള് പ്രസവിച്ച് കിടക്കുക, വയറ്റില ഇത് പ്രസവിച്ച് കിടക്കണില്ലേ? സുട്ടി പ്രസവിച്ച് കിടക്കണ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് പ്രസവിച്ച് കിടക്കല്ല, അത് ചക്കരയുടെ കല്യാണത്തിന് മുന്നെയാണ് പ്രസവിച്ചിക്കണേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ കല്യാണത്തിന്റെ മുന്നേ എങ്ങനെ പ്രസവിക്കുക? ഇതിന്റെ പള്ളിയിൽ വെച്ചിട്ടല്ലേ കൊല്ലത്ത് പോയത്? കല്യാണം കഴിഞ്ഞിട്ടാ പ്രസവിച്ച്. അങ്ങനെ എന്തൊക്കെയാണ്. കല്യാണത്തിന്റെ ടൈമിലാണ് കല്യാണക്കത്ത് മടക്കിയത് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് നോമ്പിന്റെ ടൈമിലാ, അത്താഴം കഴിക്കാൻ വേണ്ടിട്ട്. അല്ല, പിന്നെ അവള് ഇതാക്കാൻ വേണ്ടിട്ടല്ലേ, അത് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും അങ്ങനെയൊക്കെ കുറേ ഓർമ്മകൾ സമ്മാനിച്ച ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളെ പുതുക്കുകയാണ്. പ്രസവിച്ചത് ഇങ്ങോട്ട് പിന്നെ വാപ്പാനെ അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെയും കൊണ്ടുപോയില്ലേ, ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതന്നെ പിന്നെയും കൊണ്ടുപോയിട്ടാണ് കല്യാണ കത്തൊക്കെ മടക്കിയത്. ചക്കര കല്യാണം കഴിഞ്ഞിട്ട് വാപ്പാല് പിന്നെ തൃശ്ശൂർക്ക് അവള് കൊണ്ടുപോയിട്ട് പോലും അവിടുന്ന് വന്നില്ലേ? നിജാസ് വന്ന് നിന്നില്ലേ? നോമ്പിനാണേ. നോമ്പിനാ ഓർമ്മല്ല. എന്തായാലും നോമ്പിനാണ് ഭക്ഷണം വാങ്ങാൻ പോയതും ഇതാക്കിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ പ്രസവിച്ച ടൈമിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അല്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അതായത് ഇവിടെ എന്താണ് നമ്മളെ കേന്ദ്രത്തിലാക്കിയില്ല, പിന്നെ പ്രസവരക്ഷാ കേന്ദ്രത്തിലാക്കിയപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിക്കണമെന്നുണ്ട്. എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ റിമൈൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ പോയല്ലോ. ഞാൻ പോയി.
ഓക്കെ ഇതൊക്കെ അംഗം നോക്ക. 12 ആ ഒരു സാധനാണെങ്കിൽ ഒരു സാധനം, ആ ഒരു സാധനം ഇതായിരിക്കണു ഒരു സാധനം. ആ പിടിച്ചിക്കണോക്ക ആ ഫോണില് വലിയ പോകാണ് കുട്ടിക്ക് കാണുന്നത്. ആള് ചെറുതാട്ടോ, പകുതിയുള്ളൂ. പീക്കിരിയാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മള് നോമ്പ് തലയിൽ കയറിയപ്പോൾ പഴയ ഓർമ്മകളൊക്കെ പുതുക്കിയതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നൊന്ന് നോക്കിയതാണ്. എന്തായാലും ഇപ്പം അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. മരിച്ചു പോയവർക്കൊക്കെ അവിടെ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇപ്പം നമ്മുടെ ആയാലും നിങ്ങളുടെ ആയാലും എല്ലാവർക്കും നല്ല എന്ത് കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ മക്കളെ. അപ്പം എന്തായാലും ഗൈസ് വൈകുന്നേരത്തെ എന്താ ഉണ്ടാക്കണേ? വൈകുന്നേരം ഇഡ്ഡലി, സാമ്പാർ, സമ്മന്തി. കറണ്ട് വരട്ടെ കേട്ടോ, എന്നാലും അതൊക്കെ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഇന്നിവിടെ കറണ്ട് പോയിട്ട് ഇവിടെ റോഡ് പണി നടന്നു. അതിൻ്റെ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോടോ സംസാരിക്കുന്നുണ്ട്, ആരാ നോക്കേണ്ട അറിയുള്ളൂ. എന്തായാലും ഗൈസ് ഇനി കുറച്ചേരം കുട്ടിയെ കളിപ്പിക്കട്ടെ. നേരം പോകാൻ ബെസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.